രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുന്നതോടെ വീണ്ടും വോട്ടെടുപ്പിന് തയ്യാറാവുകയാണ് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പ് അംഗത്തിന് വേദിയാകുന്നതിന്റെ ആവേശത്തിലാണ് വയനാട്. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലം നിലനിർത്തി വയനാട് ഒഴിയാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വയനാട് വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് മത്സരത്തിനെത്തുന്നു, സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളത് വലിയ ആവേശമല്ലേ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നത്? തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നു എന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കും അദ്ദേഹത്തെ പിന്തുണച്ചവർക്കും എല്ലാം വലിയ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെ. പക്ഷേ അദ്ദേഹത്തിന് പകരമായിട്ട് വരുന്നത് അതിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് എന്നുള്ളതാണ് ഇവർക്ക് ആശ്വാസമാകുന്ന മറ്റൊരു കാര്യം. കാരണം നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു മണ്ഡലം നൽകിയത് വലിയ പിന്തുണയാണ്. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം വൈകാരികമായിട്ട് വയനാടിനോടുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ എടുത്തു പറയുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിട്ടല്ല ഈ വയനാട്ടിൽ നിന്ന് വിട്ടുപോകുന്നത്, മറിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അത് അംഗീകരിച്ച് വയനാട് വിടുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും വയനാടിനെ താൻ ഉപേക്ഷിക്കുന്നില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ സഹോദരി തന്നെ ഇവിടെ മത്സരിക്കുന്നു, ഒപ്പം താനും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകുമ്പോൾ അത് വയനാട്ടിലെ അദ്ദേഹത്തിന്റെ വോട്ടർമാരെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത് അത്തരത്തിലല്ല ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് പലതരത്തിലും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ തീർക്കുമായിരുന്നു. വയനാട് ഒരു UDFനെ സംബന്ധിച്ച് LDF മറ്റ് പാർട്ടികളൊന്നും അട്ടിമറി നേടുന്ന മണ്ഡലമൊന്നുമല്ല. എങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നതിനെ, അത് അവരെ സംബന്ധിച്ച് എതിരാളികൾക്ക് വലിയൊരു ആയുധം നൽകുന്ന സാഹചര്യം വന്നതിനെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അശ്വതി. ശരി, CV അനുമോദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ആവേശത്തിലാണ് വയനാട്. വർഷങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കന്നി അംഗം കുറിക്കുമെന്ന ഇന്ത്യൻ രാഷ്ട്രീയം കണക്കുകൂട്ടിയ പ്രിയങ്കയ്ക്ക് പക്ഷേ കാലം കാത്തുവെച്ചത് കേരളമായിരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കോൺഗ്രസിന്റെ ക്രൌഡ് പുള്ളറായി രൂപാന്തരം കൊണ്ട നേതാവ്, പിന്തുടർച്ചാവകാശി എന്ന പരിഹാസ ശരങ്ങൾ നേരിട്ട നേതാവിനെ അല്ല, അനുഭവങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത പ്രിയങ്കയാണ് UPയിൽ കണ്ടത്. മുത്തശ്ശി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് പ്രായം 12. 19 വയസ്സിൽ അച്ഛനെയും നഷ്ടമായി. നാളൊരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തെത്തുമെന്ന അന്നു മുതൽ അടക്കം പറഞ്ഞിരുന്നു പ്രിയങ്കയെക്കുറിച്ച്. അമ്മയും സഹോദരനും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോഴും പൊതുരംഗങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞു നിന്നു പ്രിയങ്ക. UPA സർക്കാരിന്റെ ദശാബ്ദം, കോൺഗ്രസിന്റെ പ്രതാപകാലം. അന്നും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നു പ്രിയങ്ക ഗാന്ധി. വാക്കിലും നോക്കിലും ഇന്ദിരയുടെ തനിപ്പകർപ്പെന്ന് പ്രിയങ്കയെ ഉപമിച്ചെഴുതി ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി എന്ന ശക്തനായ നേതാവിനെ നേരിടാൻ കോൺഗ്രസിന്റെ കയ്യിൽ മറ്റൊരു തുറുപ്പുചീട്ടുണ്ടായിരുന്നില്ല. പ്രിയങ്ക രാഷ്ട്രീയത്തിൽ സജീവമായി. AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. പക്ഷേ പ്രിയങ്കയെ ഇറക്കിയിട്ടും UPയിൽ കോൺഗ്രസിന് അടിപതറി. വലിയ വിജയമാണ് BJP നേടിയത്. എന്നിട്ടും പിന്മാറിയില്ല പ്രിയങ്ക ഗാന്ധി. 2022 മുതൽ UPയിൽ പ്രിയങ്ക സജീവമായി. അന്നു മുതൽ UPയിലുടനീളം നടത്തിയ വേരോട്ടത്തിന്റെ ഫലം കൂടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്ത് നിന്ന് വിട്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രിയങ്ക. ഉൾവലിഞ്ഞു നിന്ന പ്രിയങ്കയിൽ നിന്ന് കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ താരപ്രചാരകയായി പ്രിയങ്ക മാറി. രാഹുലിന് വേണ്ടി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേഠിയിലും പ്രചരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു. ഉൾഗ്രാമങ്ങളിലേക്കെത്തി സ്ത്രീകൾക്കിടയിൽ പ്രചാരണം നടത്തി. കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു. നിർജീവമായി കിടന്ന കമ്മിറ്റികൾ ഉത്തേജിപ്പിച്ചു. അങ്ങനെ കാലാന്തരം അനുഭവങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത ജനകീയ അടിത്തറ വിപുലമാക്കിയ പ്രിയങ്കയ്ക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഇതിലും മികച്ചൊരവസരമില്ലെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നു. ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് കളനിറയുന്ന BJPക്ക് രാഹുലിന് പിന്നാലെ കോൺഗ്രസിന്റെ ചെക്ക് കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. പലപ്പോഴും മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച ഭർത്താവ് റോബർട്ട് വധേരയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരശ്ശീല വീണെന്നും കണക്കാക്കാം. വയനാട് തുണച്ചാൽ ലോക്സഭയിൽ കോൺഗ്രസിന് ഗാന്ധി കുടുംബത്തിന്റെ ഡബിൾ എഞ്ചിൻ. ന്യൂസ് ഡെസ്ക്, News 18.